വാട്ട് ആർ ഫ്രെനൽസ് ഹാഫ് പീരീഡ് സോൺസ്, വൈ ആർ ദേ കോൾഡ് സോ? അപ്പോൾ എന്താണ് ഫ്രെനൽ ഹാഫ് പീരീഡ് സോൺസ് എന്നുള്ളതാണ്. നമ്മൾ നേരത്തെ പറഞ്ഞത് തന്നെയാണ്, ഒരു പോയിന്റിലേക്ക് വരുന്ന ഒരു വേവ് ഫ്രണ്ടിനെ കൺസിഡർ ചെയ്യുക. ഒരു പാരലൽ വേവ് ഫ്രണ്ടിനെ നമ്മൾ കൺസിഡർ ചെയ്യുകയാണ്. അപ്പോൾ അതിലേക്ക് നമ്മൾ ഇമാജിനറി ഏരിയാസ് മാർക്ക് ചെയ്യണം. അപ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഇറ്റ് ഈസ് ആൻ ഇമാജിനറി ഏരിയ അല്ലേ, നമ്മൾ വിചാരിക്കുന്നതാണ്, ഹൈപ്പോത്തറ്റിക്കലാണ്. നമ്മളതിൽ ഇമാജിനറി ആയിട്ട് നമ്മൾ ഏരിയാസ് മാർക്ക് ചെയ്യുകയാണ്. അപ്പോൾ അതെങ്ങനെയാണെന്ന് നിങ്ങൾക്കറിയാം അല്ലേ. ഇവിടെ നിന്ന് ഇത്രയുള്ള ദൂരം അകലെയാണെങ്കിൽ അകലം ബി ആണെങ്കിൽ b+λ/2 ഒരു കോമ്പസ് ബോക്സിൽ എടുത്തുകൊണ്ട് നമ്മളൊരു എന്തേ വരയ്ക്കുന്നു, ഒരു സർക്കിൾ വരയ്ക്കുന്നു. പിന്നെ b+2λ/2 അത്തരത്തിലാണ് നമ്മൾ ഇമാജിനറി ഏരിയാസ് വരയ്ക്കുന്നത്. അപ്പോൾ ഏറ്റവും സെൻറ്ററിൽ നമുക്കൊരു സർക്കുലാർ ഡിസ്കും അതിന് ചുറ്റും ആനുലാർ റിങ്സ് ആയിട്ടായിരിക്കും നമ്മുടെ ഫ്രെനൽ ഹാഫ് പീരീഡ് സോൺസ് കിട്ടുന്നത്. ഇനി എന്തുകൊണ്ട് അതിനെ ഹാഫ് പീരീഡ് സോൺസ് എന്ന് വിളിക്കുന്നു? അഡ്ജസൻ്റ് ആയിട്ടുള്ള രണ്ട് ഹാഫ് പീരീഡ് സോൺസ് കൺസിഡർ ചെയ്യുക. അപ്പോൾ ഈ ഫസ്റ്റ് ഹാഫ് പീരീഡ് സോണും സെക്കൻഡ് ഹാഫ് പീരീഡ് സോണും കൺസിഡർ ചെയ്താൽ ഇതിലെ രണ്ട് കറസ്പോണ്ടിങ് പോയിൻറ്റ്സിൽ നിന്ന് വരുന്ന റേസ് തമ്മിലുള്ള പാത്ത് ഡിഫറൻസ്, ഈ പോയിന്റിലേക്ക് അവരെത്തുമ്പോൾ അവർ തമ്മിലുള്ള പാത്ത് ഡിഫറൻസ് λ/2 ആയിരിക്കും അല്ലേ. λ/2 എന്ന് പറയുന്നത് എന്തിന് കറസ്പോണ്ടിങ് ആണ്? T/2 ടൈം പീരീഡ്, ഹാഫ് ടൈം പീരീഡിന് കറസ്പോണ്ടിങ് ആയിട്ടാണ് λ/2 പാത്ത് ഡിഫറൻസ് വരുന്നത്. അതുകൊണ്ടാണ് അതിനെ എന്തെന്ന് വിളിക്കുന്നത്? ഹാഫ് പീരീഡ് സോൺ എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കതൊന്ന് നോക്കാം. ഫ്രെനൽ ഹാഫ് പീരീഡ് സോൺസ് ആർ ഓൺലി ഇമാജിനറി ഏരിയാസ് ഡിസ്ക്രൈബ്ഡ് ഓൺ ആൻ അഡ്വാൻസിങ് വേവ് ഫ്രണ്ട് ഫ്രം എ പോയിൻറ്റ് വെയർ ദ ഇഫക്റ്റ് ഓഫ് ദ വേവ് ഫ്രണ്ട് ഈസ് ടു ബി സ്റ്റഡി. അപ്പോൾ നമ്മൾ എവിടെയാണോ ഒബ്സർവർ നിൽക്കുന്നത് ആ പോയിന്റിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന വേവ് ഫ്രണ്ടിൽ എന്ത് ചെയ്യുകയാണ്? ഇമാജിനറി ഏരിയാസ് മാർക്ക് ചെയ്യുകയാണ്. ഇനി അതെങ്ങനെ ആയിരിക്കും ആ സോൺസ് എന്നുള്ളതാണ്. ഫസ്റ്റ് ഹാഫ് പീരീഡ് സോൺ വിൽ ബി സർക്കുലർ while others are in the form of annular rings. ഇപ്പോൾ നടുക്കുള്ളത് സർക്കുലാർ ഡിസ്ക് പോലെ ആയിരിക്കും, ചുറ്റുമുള്ളത് ആനുലാർ റിങ്സിൻ്റെ ഫോമിലായിരിക്കും. ഇനി അടുത്ത പോയിൻ്റാണ് നമ്മൾ പാത്ത് ഡിഫറൻസ് പറയുന്നത്. പാത്ത് ഡിഫറൻസ് ബിറ്റ്വീൻ ദ സെക്കൻഡറി വേവ്ലെറ്റ്സ് റീച്ചിങ് എ പോയിൻറ്റ് ഫ്രം ദ കറസ്പോണ്ടിങ് പോയിൻറ്റ്സ് ഇൻ എനി ടു അഡ്ജസൻറ്റ് സോൺസ് വിൽ ബി λ/2. അപ്പോൾ അഡ്ജസൻറ്റ് സോൺസിൻ്റെ കറസ്പോണ്ടിങ് പോയിൻറ്റ്സിൽ നിന്ന് വരുന്ന റേസ് ഒരു പോയിന്റിലേക്ക് എത്തിച്ചേരുമ്പോൾ അവർ തമ്മിൽ ഉണ്ടാകുന്ന പാത്ത് ഡിഫറൻസ് എന്ന് പറയുന്നത് λ/2 ആണ്. പാത്ത് ഡിഫറൻസ് ഓഫ് λ/2 കറസ്പോണ്ട്സ് ടു എ ടൈം ഡിഫറൻസ് ഓഫ് T/2. λ/2 എന്ന് പറയുന്നത് ടൈം പീരീഡ്, ഹാഫ് ടൈം പീരീഡിന് കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന ഇതാണ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ഹാഫ് പീരീഡ് സോൺസ് എന്ന് വിളിക്കുന്നത്. ഇനി മറ്റൊരു ക്വസ്റ്റ്യൻ, explain why a small obstacle produces a shadow of light but it is not able to shield sound waves. അപ്പോൾ നമുക്കറിയാം, ഒരു ലൈറ്റിൻ്റെ പാത്തിൽ ഒരു ചെറിയ ഒബ്സ്റ്റക്കിൾ ഇരുന്നാൽ പോലും എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്? ഷാഡോ കാസ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട് അല്ലേ. അത് നമ്മൾ കണ്ട കാര്യമാണ്. ആ ഒബ്സ്റ്റക്കിൾ വളരെ വളരെ ചെറിയ സൈസിലേക്ക് പോകുമ്പോഴാണ് നമുക്ക് പുറകിലൊരു ഡൈഫ്രാക്ഷൻ പാറ്റേൺ കിട്ടുന്നത് അല്ലേ. അപ്പോൾ ഏകദേശം ഒരു അപ്രീഷ്യബിൾ ഡയമെൻഷനുള്ള ഏതൊരു വസ്തുവും എന്ത് ചെയ്യുന്നുണ്ട്? ഒരു ഷാഡോ കാസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്തുകൊണ്ട് പക്ഷേ സൗണ്ട് വേവ്സിനെ ഇത്തരത്തിലൊരു സ്മോൾ ഒബ്സ്റ്റക്കിളിനെ ഷീൽഡ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ഒരു ഷാഡോ ഉണ്ടാക്കാനായിട്ട് പറ്റുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ തന്നെ നിങ്ങൾക്കറിയാം എന്തിൻ്റെ ഇഫക്റ്റ് ആയിരിക്കും? വേവ് ലെങ്ത്തിൻ്റെ ഇഫക്റ്റ് ആയിരിക്കും. അപ്പോൾ ഇത്തരത്തിലൊരു ക്വസ്റ്റ്യൻ നിങ്ങളുടെ എക്സാമിന് വന്നാൽ അതിൽ ഉത്തരം എഴുതണം എന്നുള്ളതാണ്. അപ്പോൾ മെയിനായിട്ടുള്ള റീസൺ നിങ്ങൾ ഓർത്ത് വയ്ക്കേണ്ടത് വേവ് ലെങ്ത് ആയിരിക്കണം റീസൺ. ലൈറ്റിൻ്റെ വേവ് ലെങ്ത്തിനേക്കാളും വളരെ കൂടുതലാണ് സൗണ്ടിൻ്റെ വേവ് ലെങ്ത്ത്. അപ്പോൾ ചെറിയ ഒബ്സ്റ്റക്കിളൊക്കെ ആണ് ഇരിക്കുന്നതെങ്കിൽ ലൈറ്റ് വേവ് എന്ത് ചെയ്യും? അവിടെ തട്ടി തിരിച്ചു വരും അല്ലേ, അല്ലെങ്കിൽ അതിൽ കടന്നു പോകാൻ പറ്റാത്ത ഒരവസ്ഥ വരുന്നുണ്ട്. ഒബ്സ്റ്റക്കിൾ വളരെ ചെറുതാകുമ്പോഴാണ് ലൈറ്റ് ബെൻഡ് എന്ന ഡൈഫ്രാക്ഷൻ്റെ ഒരു ഫിനോമിനെ നമ്മൾ കാണുന്നത്. അപ്പോൾ ഒരു അപ്രീഷ്യബിൾ സൈസുള്ള ഒരു ഒബ്സ്റ്റക്കിൾ ഇരുന്ന് എന്ത് ചെയ്യാൻ പറ്റില്ല? ലൈറ്റ് എന്ത് ചെയ്യാൻ പറ്റില്ല? അപ്പുറത്തേക്ക് കടക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് നമ്മൾ ഒരു അപ്രോക്സിമേറ്റ് റെക്റ്റിലീനിയർ സ്ട്രെയിറ്റ് ലൈനിലായിരിക്കാം ലൈറ്റ് ട്രാവൽ ചെയ്യുന്നത് എന്നൊരു കൺസെപ്റ്റൊക്കെ നമ്മൾ പറയുന്നത് അല്ലേ. പക്ഷേ സൗണ്ട് വേവിനെ സംബന്ധിച്ചിടത്തോളം വേവ് ലെങ്ത് വളരെ കൂടുതലാണ്. അത് എന്ത് ചെയ്യാൻ പറ്റും? അപ്പുറത്തേക്ക് എത്തി. ഈ ഒബ്സ്റ്റക്കിളിനേക്കാളും വലുതായിരിക്കണം, ആ സൈസിനേക്കാളും വലുതായിരിക്കും ഇതിൻ്റെ വേവ് ലെങ്ത്. അപ്പോൾ ഇതിനെ അപ്പുറത്തേക്ക് കടന്നു പോകാനായിട്ട്, ഈ ഒബ്സ്റ്റക്കിളിൻ്റെ അപ്പുറം വശത്തേക്ക് കടന്നു പോകാനായിട്ട് ആർക്ക് സാധിക്കുന്നു? സൗണ്ട് വേവ്സിന് സാധിക്കുന്നു. ലൈറ്റ് ആൻഡ് സൗണ്ട്
ആർ ബോത്ത് പ്രൊപ്പഗേറ്റഡ് ഇൻ ദ ഫോം ഓഫ് വേവ്സ്. അപ്പോൾ നമുക്കറിയാവുന്ന കാര്യമാണ് ലൈറ്റും സൗണ്ടും എന്താണ് വേവ് ഫോം ഉള്ളത് തന്നെയാണ്. ബട്ട് ദ വേവ് ലെങ്ത് ഓഫ് സൗണ്ട് വേവ്സ് ഈസ് വെരി ലാർജ് ആസ് കമ്പയർഡ് ടു ദാറ്റ് ഓഫ് ലൈറ്റ്. അപ്പോൾ സൗണ്ടിൻ്റെ വേവ് ലെങ്ത് വളരെ വലുതാണ് ലൈറ്റിനെ കമ്പയർ ചെയ്യുമ്പോൾ. Therefore ഏരിയ ഓഫ് ദ ഫസ്റ്റ് ഹാഫ് പീരീഡ് സോൺ ഫോർ സൗണ്ട് വേവ്സ് ഈസ് വെരി ലാർജ്. അപ്പോൾ നമുക്കറിയാം ഈ ഒരു സൗണ്ട് വേവ് ആണ് വരുന്നത്, സൗണ്ടിൻ്റെ വേവ് ഫ്രണ്ടാണ് നമ്മൾ ഒബ്സർവറിന് നേരെ വരുന്നതെന്ന് വിചാരിക്കുക. അത് ഇവിടെയാണ് നമ്മുടെ ഒബ്സർവർ ഇരിക്കുന്നത്, അവിടേക്ക് വരുന്നത് ഒരു സൗണ്ടിൻ്റെ വേവ് ഫ്രണ്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ഇത് അകലം ബി എന്നെടുത്തു, ബി പ്ലസ് λ/2 വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഫസ്റ്റ് ഹാഫ് പീരീഡ് സോൺ മാർക്ക് ചെയ്യുന്നു. അപ്പോൾ സിൻസ് ദ ലാംഡ ഈസ് വെരി ലാർജ്, ഈ ഫസ്റ്റ് ഹാഫ് പീരീഡ് സോണിൻ്റെ ഏരിയ എന്ന് പറയുന്നത് വളരെ വലുതായിരിക്കും അല്ലേ. അപ്പോൾ നമുക്കറിയാം ഈ ഷാഡോ ഒക്കെ ഉണ്ടാകുന്നത് എപ്പോഴാണ്, ഫസ്റ്റ് ഹാഫ് പീരീഡ് സോണിനെ കംപ്ലീറ്റ് ആയിട്ട് കട്ട് ചെയ്യുമ്പോഴാണ് കൃത്യമായിട്ട് ആ ഷാഡോ വരുന്നത് അല്ലേ. ഫസ്റ്റ് ഹാഫ് പീരീഡ് സോണിലാണ് മാക്സിമം ആംപ്ലിറ്റ്യൂഡ് എന്നൊക്കെ നമുക്കറിയാം. അപ്പോൾ അത് കംപ്ലീറ്റ് ആയിട്ട് കട്ട് ചെയ്യുമ്പോഴാണ് അത്രത്തോളം ഇൻറ്റൻസിറ്റി എന്താണ് കുറയുന്നത്, അപ്പുറത്തെ പോയിൻ്റ് അല്ലെങ്കിൽ ഷാഡോ റീജിയൻ ഉണ്ടാകണമെങ്കിൽ ഈ ഫസ്റ്റ് ഹാഫ് പീരീഡ് സോണൊക്കെ കംപ്ലീറ്റ്ലി കട്ടാവണം. അപ്പോൾ ഇവിടെ സൗണ്ട് വേവിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ വരച്ച ഫസ്റ്റ് ഹാഫ് പീരീഡ് സോൺ എന്ന് വെച്ചാൽ വളരെ വലുതാണ്. അപ്പോൾ ആ ഒബ്സ്റ്റക്കിൾ എന്ന് പറയുന്നത് ഈ ഫസ്റ്റ് ഹാഫ് പീരീഡ് സോൺ, സൗണ്ടിന് നമ്മൾ വരച്ച ഫസ്റ്റ് ഹാഫ് പീരീഡ് സോണിനെ അപേക്ഷിച്ചിട്ട് എപ്പോഴും ഈ ഒബ്സ്റ്റക്കിളുടെ സൈസ് ചെറുതായിരിക്കും. ഒബ്സ്റ്റക്കിളിന് എന്ത് ചെയ്യാൻ പറ്റില്ല, ഈ ഫസ്റ്റ് ഹാഫ് പീരീഡ് സോണിനെ ഒബ്സ്ട്രക്റ്റ് ചെയ്യാനായിട്ട് പറ്റില്ല. അതുകൊണ്ട് എപ്പോഴും എന്ത് ചെയ്യും, ഒബ്സ്റ്റക്കിൾ കഴിഞ്ഞ് അപ്പുറത്തെ ഭാഗത്തേക്ക് നമുക്ക് എന്ത് കിട്ടുന്നുണ്ട്, വേവ് കിട്ടുന്നുണ്ട് അല്ലേ. അപ്പോൾ അതാണ് അതിൻ്റെ കാരണം. ഒന്നുകൂടെ വായിക്കാം. Therefore ഏരിയ ഓഫ് ദ ഫസ്റ്റ് ഹാഫ് പീരീഡ് സോൺ ഫോർ സൗണ്ട് വേവ് ഈസ് വെരി ലാർജ്. കാരണം ബി പ്ലസ് λ/2, ലാംഡ വളരെ വലുതായതുകൊണ്ട് എന്തായിരിക്കും, നമ്മുടെ ഫസ്റ്റ് ഹാഫ് പീരീഡ് സോൺ വളരെ വലുതായിരിക്കും. ഹെൻസ് ആൻ ഒബ്സ്റ്റക്കിൾ മോർ ദാൻ million times big will be required to stop the effect of sound wave front. അപ്പോൾ ഈ സൗണ്ട് വേവ് ഫ്രണ്ടിനെ ഒബ്സ്ട്രക്റ്റ് ചെയ്യണമെങ്കിൽ ഈ ഫസ്റ്റ് ഹാഫ് പീരീഡ് സോണിനെ കംപ്ലീറ്റ് ആയിട്ട് ഒബ്സ്ട്രക്റ്റ് ചെയ്യാൻ പറ്റണം. അപ്പം അത്രയും വലിയ സൈസുള്ള എന്ത് വേണം, ഒബ്സ്റ്റക്കിൾ വേണ്ടി വരും. ഇപ്പോൾ ചെറിയ ഒബ്സ്റ്റക്കിളൊന്നും എന്ത് ചെയ്യുന്നില്ല, സൗണ്ടിനെ ഒബ്സ്ട്രക്റ്റ് ചെയ്യുന്നില്ല. ഹെൻസ് ഫോർ ഒബ്ജക്ട്സ് ഓഫ് ഓർഡിനറി സൈസ് സൗണ്ട് വേവ്സ് ബെൻഡ് അറൗണ്ട് ദം ആൻഡ് ഡു നോട്ട് അപ്പിയർ ടു ട്രാവൽ ഇൻ സ്ട്രെയിറ്റ് ലൈൻസ്. അപ്പോൾ അതിൻ്റെ എഫക്റ്റ് നമുക്ക് എങ്ങനെ അറിയുന്നത്, അപ്പം സ്ട്രെയിറ്റ് ലൈൻ ആയിരുന്നു ട്രാവൽ ചെയ്യുന്നതെങ്കിൽ ഒബ്സ്ട്രക്റ്റ് ചെയ്യണമായിരുന്നു അല്ലേ. അപ്പോൾ അങ്ങനെയാണ് നമ്മളൊരു അപ്രോക്സിമേറ്റ് റെക്റ്റിലീനിയർ പ്രൊപ്പഗേഷൻ ലൈറ്റിൻ്റെ കേസിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് പോലും അല്ലേ. ഫസ്റ്റ് ഹാഫ് പീരിയഡ്സ് ഓൺ കംപ്ലീറ്റ്ലി കട്ടാകുമ്പം അപ്പുറത്ത് കിട്ടുന്ന ഇൻറ്റൻസിറ്റി കുറയുന്നു, ഒരു ഷാഡോ അല്ലേ. ആ രീതിയിലാണ് നമ്മൾ അപ്രോക്സിമേറ്റ് റെക്റ്റിലീനിയർ പ്രൊപ്പഗേഷൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. പക്ഷേ സൗണ്ടിൻ്റെ കേസിൽ അങ്ങനെ ഒന്നും നമുക്ക് പറയാനായിട്ട് പറ്റില്ല. ഒബ്സ്ട്രക്കിൾ ഇരുന്നാലും എന്ത് ചെയ്യുന്നു, അതിൻ്റെ പുറകു വശത്തേക്ക് എന്ത് വരുന്നുണ്ട്, സൗണ്ടിൻ്റെ എഫക്റ്റ് കിട്ടുന്നുണ്ട്. സോ ലൈറ്റ് ഡു നോട്ട് ട്രാവൽ ഇൻ സ്ട്രെയിറ്റ് ലൈൻസ്. അതാണ് ഇതിൻ്റെ ഇൻഫറൻസ്.